ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഇതാ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെയുള്ള വീട്ടിലെ കാഴ്ചയാണിത്. വിഷ്ണുവേട്ടനും അച്ഛമ്മയും അമ്മയും കൂടെ ചക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോനൂട്ടനൊക്കെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവരൊക്കെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളും പോകും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളും പോവും. അപ്പോൾ അതാണ്ട് ചക്ക ഇടിച്ചക്കയാണ് കേട്ടോ. ചക്ക അങ്ങനെ മൂക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടി കൊണ്ടുപോകാനാണ്. അപ്പോൾ ചക്ക ദാണ്ട് മുറ്റത്തിൻ്റെ താഴെ വീണിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തൂടെ നല്ല വഴിയുണ്ട്, അതിൽ പോയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മടി കാരണം ഞങ്ങൾ കോണിയൊക്കെ വെച്ച് താഴെ ഇറങ്ങി ചക്കയൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. രാവിലെ എന്നല്ല, ഈ ഒരു ഡിസംബർ മുതൽ തുടങ്ങും. ഡിസംബർ ജനുവരി സമയത്ത് ജനുവരിക്കാറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റുണ്ട്. അപ്പോൾ രാവിലെയും കുറേ നേരം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ രാത്രി ഇതിലും കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അത്ര വലിയ ശക്തിയിൽ വീശണമൊന്നുമില്ല, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. ഇതാണ് പശ്ചിമഘട്ട മലനിരകൾ. ഇതിൻ്റെ താഴ്വാരത്തായിട്ടാണ് നമ്മളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. മലയോര മേഖലയാണ്. പിന്നെ ഈ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് റബ്ബറുണ്ട്, അതുപോലെ കുറച്ച് തെങ്ങ്, കവുങ്ങ്, ഇതൊക്കെയാണ് കൃഷി ചെയ്യണത്. പിന്നെ ഇതിൻ്റെ മേലെ കണ്ട സ്ഥലത്ത് നമുക്കൊരു ചെറിയൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. അതായത് അത് നമ്മൾ ഈ പുതിയ വീട് വെക്കുന്നതിൻ്റെ മുന്നേ അവിടെയാണ് താമസിച്ചിരുന്നത്. അത് നമ്മൾ പൊളിച്ചിട്ടും ഒന്നുമില്ല, അതിപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു 4-5 വർഷമായിട്ടുള്ള ഈ ഒരു വീട് വെച്ചിട്ട്, 5 അല്ല ഒരു 6-7 വർഷമായിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു 2018 ഫ്ലഡിൻ്റെ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് താമസം മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണുവേട്ടന് വേണ്ട കുളിക്കാനൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അച്ഛമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ തിരക്കിലാണ്. ചാമ്പക്കയും പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ചെടി വളർത്തണ ഒരു ഹോബി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മ നട്ട ചെടിയിൽ നിന്നും പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് വീട്ടിലുണ്ടായിട്ടുള്ള മുരിങ്ങാക്കോല് അതൊരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനെടുത്തു. പിന്നെ ചാമ്പയ്ക്ക, പിന്നെ കുമ്പളങ്ങയും വീട്ടിലുണ്ടായതാണ്, അത് പകുതി ഉണ്ടായിരുന്നുള്ളൂ, അതും ഞാനെടുത്തു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊരു തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുന്ന ഒരു ചെടിയാണ്, പേര് ഞാൻ മറന്നു, അത്. പിന്നെ കുറച്ച് ആട്ടപ്പൊടി, പിന്നെ കുറേ ചെടികൾ, പപ്പായ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഏതാണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ടും കടലക്കറിയും പിന്നെ ചിക്കൻ കറിയുമാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇതാണ്ട് ഇത് വീട്ടിലുള്ള പൂച്ചയാണ് കേട്ടോ. വീട്ടിലുള്ളതല്ല, ഇവിടെ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ആയത്. ഇതാണ്ട് ആ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തുള്ളതും ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. ഞാൻ വന്നാലാണ് ഇവരെല്ലാവരും വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ശാന്തി ചേച്ചി, ഞങ്ങളുടെ അയൽവാസിയാണ് കേട്ടോ. അയൽവാസി മാത്രമല്ല, നമ്മളൊരു റിലേറ്റീവ്സ് പോലെ തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്നെ നോക്കിയതും വളർത്തിയതൊക്കെ ശാന്തി ചേച്ചിയും എൻ്റെ മമ്മിയൊക്കെയാണ്. കൂടുതൽ സമയം നമ്മൾ ശാന്തി ചേച്ചീൻ്റെ അടുത്തൊക്കെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ശാന്തി ചേച്ചിനോട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ശാന്തി ചേച്ചിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിതാണ്ട് വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ തിരക്കിലാണ്. അപ്പോൾ നമ്മളിതാണ്ട് ഈ കാണുന്നത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് താഴെയുള്ളൊരു പോക്കറ്റ് റോഡാണ് കേട്ടോ. അപ്പോൾ ഇതിനിപ്പം അതായത് വയനാട് ചുരത്തിൽ ഇതിൽ നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന വശത്തേക്കല്ല, ഇപ്പുറത്തെ വശത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരെ ചെന്നെത്തുക വയനാട് ചുരത്തിലെ 4-ാം വളവിലേക്കാട്ടോ നമ്മളെത്തുക. അപ്പോൾ ഇതിനിപ്പോൾ നേരെ ഇതിന് എന്തൊക്കെയോ വീതി കൂട്ടുന്നതും അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി നമ്മളിതാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയും വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. അമ്മയ്ക്ക് ഈങ്ങാപ്പുഴയിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇന്ന് ലീവ് എടുത്തു. അപ്പോൾ എന്നാൽ അമ്മ ഞങ്ങളെ കൂടെ ഇറങ്ങണം, പിന്നെ അമ്മയ്ക്ക് ഈങ്ങാപ്പുഴ ഇറങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-3.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി അച്ഛമ്മ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അച്ഛമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് അച്ഛമ്മ അപ്പം ഇനിയിപ്പോൾ എന്നാ വരിക, എത്ര പെട്ടെന്ന് പോകണോ, കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ പോരെ, ഇതൊക്കെ ആയിട്ടോ അച്ഛമ്മ പറയണത്. അപ്പോൾ ഞങ്ങളിത് അച്ഛമ്മേനോട് യാത്രയൊക്കെ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഞാൻ അടുത്ത മാസമായിരിക്കും കേട്ടോ മിക്കവാറും വരിക. അടുത്ത മാസം ഇവിടെ അമ്മേൻ്റെയൊക്കെ കുടുംബക്ഷേത്രത്തിലൊരു ഉത്സവമുണ്ട്. അപ്പോൾ മിക്കവാറും ഇനി അടുത്ത മാസം ഫെബ്രുവരിയിൽ. അപ്പോൾ അതിനായിരിക്കും ഇനിയിപ്പോൾ ഞാൻ വരിക. അപ്പോൾ എല്ലാവരും നമ്മുടെ എൻഗേജ്മെൻറ്റിന് വന്ന കസിൻസ് ഇല്ലേ, അപ്പോൾ അവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇനി അതിന് വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇത്തവണ വന്നപ്പോൾ കിച്ചുവിനെ കണ്ടതുമില്ല. കിച്ചു ഏറ്റവും ഇളയ അനിയനാട്ടോ. 2 അനിയന്മാരാണുള്ളത്. അതിൽ മൂത്ത ആളാണ് അന്ന് എൻഗേജ്മെൻറ്റിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ആളാണ് ഏറ്റവും ഇളയ ആളാണ് കിച്ചു. കിച്ചു ഇവിടെ ഉണ്ടായിരുന്നില്ല. കിച്ചു ഞങ്ങൾ വന്നപ്പം
ശബരിമലയ്ക്ക് പോയേക്കായിരുന്നു. അപ്പോൾ അവനിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഇത്തവണ വന്നപ്പോൾ കിച്ചുവിനെ കണ്ടതുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത മാസം എന്തായാലും വരും. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വഴികളൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റു ആട്ടോ. അതായത് സ്കൂളിൽ പോയതും പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് കുറേ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടൊക്കെ കാണും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പോയതും അന്ന് LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വണ്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്നാൽ പോകും. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെയൊക്കെയാണ് സ്കൂളിലേക്ക് നടന്നിട്ടൊക്കെ പോയത്. LP സ്കൂളിലും UP സ്കൂളിലും നടന്നിട്ടാണ് പോയത്. രണ്ടും വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്കൂള്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് നടന്നല്ലേ പോവും. അപ്പോൾ അങ്ങനെയാണ് പോയിരുന്നത്. പിന്നെ ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് സ്കൂൾ ബസ്സിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ ഈങ്ങാപ്പുഴ ടൗണ്. അപ്പോൾ നമ്മളിതാ ഈങ്ങാപ്പുഴയിലെത്തി. ഇവിടെയാണ് അമ്മ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം ഈങ്ങാപ്പുഴ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അമ്മ ഇറങ്ങണത്. അവിടെയാണ് അമ്മ കാണിക്കുന്ന ക്ലിനിക്ക് ഉള്ളത്. വത്സ ഡോക്ടറെ അടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളും അമ്മയും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വത്സ ഡോക്ടറെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഡോക്ടറുടെ ക്ലിനിക്ക് ഉള്ളത്. അപ്പോൾ ഇതാ അമ്മ അങ്ങനെ ഇവിടെ ഇറങ്ങി. അമ്മ ഇനി ഡോക്ടറെ കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ബസ്സുണ്ട്. അപ്പോൾ അതിലമ്മ തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ അമ്മേനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളും പോന്നു. വീട്ടിൽ അവിടെ എത്തിയിട്ട് വേഗം വിളിക്കണം എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.